ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റംദാൻ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് നോക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഒരു ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 15 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് ഇതിൽ വറ്റൽമുളകാണ് ചേർക്കുന്നത്. വറ്റൽമുളക് ഞാൻ 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിലെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ മാത്രമേ ചേർക്കാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും കേട്ടോ. 2ആയിട്ട് മുറിച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി, കുരുവൊക്കെ ഇളകി വന്നോളും. തണ്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സൈസാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണം കൂട്ടാട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3/4 കിലോ ചെറുതായിട്ട് അരിഞ്ഞ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക, എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാലയ്ക്ക് അകത്തോട്ട് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് വറ്റൽമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവും കാണില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കില്ല നമ്മളിതിൽ. തീ ഇപ്പം മീഡിയത്തിനും സിമ്മിനും ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ കളർ കുറവാണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട, തുറന്നു വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില. ഇനി ചെറു തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ അധികം ചേരുവകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് കുറവാണെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റി തന്നെയാണ്. ഒരിക്കൽ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. അപ്പോൾ നോമ്പ് തുറക്ക് ഇതുപോലൊന്ന് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.